നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടാലും പെട്ടാലും ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. രണ്ട് കാര്യമേ ലോകത്തുള്ളൂ. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഐദർ യു വിൽ വിൻ ഓർ സ്വപ്നം, ചങ്കൂറ്റം, തോക്കാനുള്ള മനസ്സ്, ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സ്. ഇദ്ദേഹത്തിന് മറ്റൊരു കഴിവുണ്ട്, ഇദ്ദേഹത്തിന് വേറൊരു കഴിവുണ്ട്. ഈ മൂന്ന് പേരുടെ ചേരുമ്പോൾ അത് വലിയ കഴിവായിട്ട് മാറുക. ഒരാൾക്ക് പാടാൻ കഴിവുണ്ട്, ഒരാൾക്ക് ഗിറ്റാർ വായിക്കാൻ കഴിവുണ്ട്, ഒരാൾക്ക് കീബോർഡ് ഉണ്ട്, ഒരാൾക്ക് ഡ്രം ഉണ്ട്. നിങ്ങൾ എല്ലാവരും ചേരുവാണെങ്കിൽ അത് മികച്ച ഗാനമേളയാണ്. അതിൻ്റെ അകത്തൊരു ഡാൻസറും ഉണ്ടെങ്കിൽ അതൊരു മെഗാഷോയാണ്. നമ്മുടെ എല്ലാ കഴിവും നമുക്കുണ്ടാകണ്ട, കഴിവുള്ളവരെ കൂടെ നിർത്തിയാൽ മതി. ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് വെച്ചടി കയറി വരാൻ പറ്റും. നല്ലൊരു സംരംഭകനായി നൂറുകണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റും. അത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. നോട്ട് ചെയ്തോണം. ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. കാൽക്കുലേറ്റഡ് റിസ്ക് എന്താണ്? കാൽക്കുലേറ്റഡ് റിസ്ക്. ഇപ്പം മോളെ പേരെങ്ങനെയായിരുന്നു? അലീന പറഞ്ഞ അവർ വെൽ പ്ലാൻഡ് ആയിരുന്നു. താഴെ ഒരു ട്രെയിനിങ് സെൻറ്റർ, മോളൊരു ജിമ്മ്. ഞാൻ ചോദിച്ചൊറ്റ ചോദ്യമേ ഉള്ളൂ. ഈ സ്ഥാപനം ഇവർ ഉദ്ദേശിച്ച പോലെ വിജയിച്ചില്ല എങ്കിൽ എത്ര രൂപ ലോസ് ഉണ്ടാവും? ഫോർ എക്സാമ്പിൾ 10 lakh rupees. ആ 10 lakhൻ്റെ ലോസ് ഉണ്ടായാൽ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ? ഇല്ല എങ്കിൽ അത് കയറി എടുക്കരുത്. നമ്മൾ തുടങ്ങി വെക്കുന്ന സ്ഥാപനം തകർന്നു പോയാൽ, എല്ലാം വിജയിക്കണമെന്നില്ലല്ലോ, തകർന്നു പോയാൽ എത്ര വരെ നമുക്ക് താങ്ങാൻ പറ്റും? ഫോർ എക്സാമ്പിൾ ഒരു 2 ലക്ഷം രൂപ വരെ താങ്ങാൻ എനിക്ക് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് ചെയ്ത് പതിയെ വിജയിപ്പിച്ച ശേഷമേ അടുത്തേക്ക് മൂവ് ചെയ്യുള്ളൂ. അതാണ് ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും ഇതിൽ നിന്നൊരു അടി കിട്ടി, അതായത് ഇതൊരു ഏണിയായിട്ട് വിചാരിക്കുക. നിങ്ങൾ ഈ ഏണിയെന്ന് ഇവിടെ നിൽക്കുക, നിങ്ങൾ കയറി ഇവിടെ വന്നു, ഒരൊറ്റ വീഴ്ച വീണു. ആ വീഴ്ച വീണാൽ ഇവിടെ വന്ന് നിൽക്കണം, ഇവിടെ പോകരുത്. ഇവിടം വരെ എനിക്ക് പോകാൻ ഓക്കെ, ഞാൻ റെഡിയാണ്, ഞാൻ ഇവിടം വരെ റിസ്ക് എടുക്കാൻ റെഡിയാണ്. ആ റിസ്ക് എടുക്കുന്ന രീതിയിൽ മൂവ് ചെയ്യുള്ളൂ. അതിനാണ് ഞാൻ അവർക്കൊരു സജഷൻ കൊടുത്തത്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഈ സ്വപ്നം പോലെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വിജയിപ്പിച്ച് എത്ര പേരെ നിങ്ങൾക്ക് അറിയാം, അവരുടെ അടുത്ത് പോയിട്ട് ട്രെയിൻ പഠിക്കുക, ക്ലാസ്സുകളെടുത്ത് അലീനയുടെ പേര് മാർക്കറ്റിൽ നല്ലൊരു ട്രെയിനർ ആണെന്ന് അറിയുന്നോളം വരെ വർക്ക് ചെയ്യുക. അത് ചിലപ്പോൾ 6 മാസമായിരിക്കും, 1 വർഷമായിരിക്കും, 2 വർഷമായിരിക്കാം, എത്തിക്കണം. ജിമ്മ് നടത്തി വിജയിപ്പിച്ച ആൾക്കാരും പരാജയപ്പെട്ട ആൾക്കാരുണ്ട്. ഇവരെടുത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെ എക്യുപ്മെൻറ്റ് ഡിമാൻഡ് ഉണ്ട്, ഏതൊക്കെ ഡിമാൻഡില്ല, ഏത് സൈക്കോളജി വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആ പരാജയപ്പെട്ട കഥകളെല്ലാം കണ്ടുപിടിക്കണം. ആ സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത്. ഒരാൾ കാണിച്ച മണ്ടത്തെ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവിടെ വിജയിച്ച സ്ഥാനങ്ങൾ വേണം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ഇതിന് പഠിച്ചു കഴിഞ്ഞിട്ടല്ല നിങ്ങൾ പോകേണ്ടത്, ഇപ്പോൾ ഇറങ്ങിത്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഫെയിൽ എന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ ഭയക്കുന്നത്. ഇനി എങ്ങാനും പരാജയപ്പെട്ടാലോ? ഓർ നോ? 2 കാര്യമേ ലോകത്തുള്ളൂ. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഐദർ യു വിൽ വിൻ ഓർ യു വിൽ ലേൺ സംതിങ്. യു വിൽ നെവർ ഫെയിൽ. ഒന്നെങ്കിൽ നിങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങൾ പഠിക്കും. ഫോക്കസ് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ്. പല വരുമാനങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിൻ്റെ ഒന്നാമത്തെ പടി ഇത് ചെയ്ത് വിജയിപ്പിച്ചത് റണ്ണിങ് സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അടുത്തേക്ക് മൂവ് ചെയ്യാം. അത് ചെയ്യുമ്പോൾ അടുത്തേക്ക് മൂവ് ചെയ്യാം. 4 എണ്ണമൊക്കെ ആയി കഴിയുമ്പോൾ 1 എണ്ണം ലോസ് ആണെങ്കിൽ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഏതാണ് ലാഭമുള്ളത് അത് കൂടുതൽ ഓടിക്കുക. സംഭവം കത്തിയോ? അപ്പോൾ ഫെയിൽ എന്നൊരു സംഭവമില്ല. പകരം എന്താ ഉള്ളത്? ഐദർ യു വിൽ വിൻ ഓർ യു വിൽ ലേൺ സംതിങ്. ഈ ഒരു ചങ്കൂറ്റം ഉണ്ടായാൽ മതി, കേരളത്തിലെ പിള്ളേർ സംരംഭകരാവും. നമുക്ക് പരാജയത്തെ പേടിയാണ്. പരാജയത്തെ ഭയക്കരുത്, ഇറങ്ങിത്തിരിക്കണം. ഡാൻസ് കളിക്കുന്നവർ കൈവക്കിക്കേ. വീണിട്ടില്ലേ? അടവുകൾ തെറ്റിയിട്ടില്ലേ? പലപ്പോഴും ടൈമിങ് പോയിട്ടില്ലേ? ചമ്മിയിട്ടില്ലേ? അന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ഇപ്പോൾ ഉള്ളൊരു ഡാൻസർ ആകുമായിരുന്നോ? പറ, ഉറക്കെ പറ. അന്നും എനിക്കിത് പാഷനാണ്, ഞാൻ എങ്ങനെയായാലും മറ്റുള്ളവർ മുമ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിക്കുമെന്ന് ഉറച്ച് ചിന്തിച്ചുകൊണ്ടല്ലേ കയറി വന്നേ. ഓർ നോ? ഇന്ന് വിജയിച്ച സംരംഭകരെല്ലാം അങ്ങനെ വന്നോരാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചില്ലേപ്പള്ളി കൊച്ചോസെഫ്, യൂസഫ് അലി, ഇവരൊക്കെ ഗവൺമെൻറ് എംപ്ലോയി ആയി മാറിയിരുന്നെങ്കിലോ? ഈശ മീരാൻ ഗവൺമെൻറ് എംപ്ലോയി ആയി മാറിയിരുന്നെങ്കിലോ? കേരളത്തിൽ സംരംഭങ്ങളെ കാണത്തില്ല, ഇത്രയും പേർക്ക് ജോലി ഉണ്ടാകില്ലായിരുന്നു. യൂസഫ് അലി കാണാൻ എത്ര ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ? സ്വപ്നം, ചങ്കൂറ്റം, തോക്കാനുള്ള മനസ്സ്, ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സ്. എ ഫൈനൽ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏറ്റവും അധികം ആരാധിക്കുന്ന വ്യക്തികളെയൊക്കെ ഒന്ന് മനസ്സിലോർത്തേ. മോഹൻലാൽ, മമ്മൂട്ടി, മെസ്സി, റൊണാൾഡോ, വിജയ്, പറഞ്ഞു ആരൊക്കെയാ? ടോവിനോ. ഓർത്തോ? ഇതിനകത്തുള്ള സക്സസ്ഫുള്ളായ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഇൻകം സോഴ്സ് അല്ല ഉള്ളത്, മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ട്. ഓർ നോ? ധോണി അടക്കം. ഓർ നോ? 2, ഇവരെല്ലാവരും എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്തോ സാഹചര്യത്തിലോ
അവർക്കുള്ളതിനേക്കാൾ മികച്ച സാഹചര്യം നിങ്ങൾക്കിപ്പോഴുണ്ട്. മോഹൻലാലിനെക്കാളും ധോണിയെക്കാളും മെസ്സിയെക്കാളും ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സോഷ്യൽ വർക്കറെക്കാളും സൈക്കോളജിസ്റ്റിനെക്കാളും ട്രെയിനറെക്കാളും മധുഭാസ്കർ സാറിനെക്കാളും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. എസ് ഓർ നോ? നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് ഏത് കാര്യവും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള അറിവ് കിട്ടാനുള്ള മാർഗം. എസ് ഓർ നോ? ലോകത്തെ ഏറ്റവും മികച്ച അധ്യാപകർ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാര്യങ്ങൾ പഠിച്ചെടുക്കാം. എസ് ഓർ നോ? ലോകത്തിലെ ഏറ്റവും മികച്ച എക്സ്പേർട്സിനോടൊപ്പം വേണം നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ വരെ ഓപ്ഷൻ ഇന്ന് അവൈലബിൾ ആണ്. എസ് ഓർ നോ? അങ്ങനെയെങ്കിൽ ഇവരൊക്കെ 10ഉം 15ഉം 20ഉം കൊല്ലം നേടിയ നേട്ടം നമ്മളൊരു 5 കൊല്ലം ഫോക്കസ്ഡ് ആയിട്ട് പണിയെടുത്താൽ നേടിയെടുക്കാൻ പറ്റും. സത്യമാണോ? അത് നേടിയെടുത്തില്ലെങ്കിൽ ഒരേ ഒരു കാരണക്കാരൻ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ഉത്തരവാദി മാത്രമേ ഉള്ളൂ. അത് 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 അച്ഛപ്പറ ഞങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ മാത്രമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടാലും പെട്ടാലും ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്.